ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിൽ വരുന്നത് ഒരു ഇലയട ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നതാണ് ഞാൻ. അതിന് വേണ്ടിയിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിച്ച വെള്ളമാണ്, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി കുഴക്കണം. തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതാണ്. കൈ പൊള്ളുന്നതുകൊണ്ട് നമുക്ക് സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് വേണം ഇത് കുഴക്കാൻ, ഇല്ലെങ്കിൽ കൈ നല്ലോണം പൊള്ളും. തിളച്ച വെള്ളം ഒഴിച്ചതല്ലേ, കുറച്ച് ആറിക്കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ കൈ കൊണ്ട് നമുക്ക് കുഴക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്പൂണ് വെച്ചിട്ടാണ് ഇത് കുഴക്കുന്നത്. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. കുറച്ചും തണ്ണി കഴിഞ്ഞാൽ ഞാൻ കൈയിനെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് കുഴച്ച് റെഡിയാക്കും. അതുവരെയും നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല, ഭയങ്കര ചൂടായിരിക്കും, കൈ പൊള്ളും. അപ്പം ഇങ്ങനെ കുറേ ഒന്ന് കുഴച്ച് ലെവലാക്കി കഴിഞ്ഞാൽ പിന്നെ വേഗം തണ്ണിയിട്ട് നമുക്ക് എടുക്കാമല്ലോ. ഏകദേശം നല്ലോണം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പയ്യെ കൈ കൊണ്ട് ചൂട് നനഞ്ഞിട്ടാകുമ്പോൾ കുഴച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇപ്പം ഞാനിത് ഇവിടെ വെക്കാം. അപ്പോൾ തണിഞ്ഞിട്ട് ഞാനിത് കൈ കൊണ്ട് കുഴക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് തേങ്ങ വേണം, വെല്ലം വേണം. ഇതെല്ലാം കൂടി എടുത്തിട്ടാണ് നമ്മൾ ഇലയട ചൂടാൻ നോക്കുന്നത്. ചൂടുണ്ട്, ഉണ്ടോ? കുറേശ്ശെ ചൂടുണ്ട്. അതുകൊണ്ടൊന്ന് ലേശം തണിയട്ടെ, എന്നിട്ട് ആക്കാം, ഇല്ലെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ ഗൈസ്, ഞാനെല്ലാം കുഴച്ച് വെച്ച് നല്ല അടിപൊളിയായിട്ട് ചൂട് തണിഞ്ഞപ്പോൾ എല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ തേങ്ങ, വെല്ലം ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഗൈസ്. തേങ്ങയും വെല്ലവും കൂടി എടുത്തിട്ടുണ്ട്. തേങ്ങയെല്ലാം ചിരവിട്ട് എല്ലാം എടുത്ത് ഇപ്പോൾ നമുക്കിനി ഇത് ഇലയിലേക്ക് പരത്താം. ഓരോന്നോരോന്ന് ഇല കുറവാണ് കേസ്. ഇവിടെ വാഴയെല്ലാം കാറ്റിനെല്ലാം ഇതായിട്ട് പോയി, അതുകൊണ്ട് കുറച്ച് ഇലകളല്ലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിതിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട് ആക്കാം. ചെറിയ ചെറിയ ഇലകളാണ്, വലിയ വണ്ണുള്ള ഇലയൊന്നുമല്ല. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇത് ഉരുട്ടിയിട്ട് പരത്താം. അപ്പോൾ ഇതാ ഞാനിത് പരത്തുന്നുണ്ട് ഇതിനകത്തേക്ക്. എല്ലാം പരത്തിയെടുക്കട്ടെ ഞാൻ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് ഏകദേശം പരത്തി ആവാറായി ഗൈസ്. ഒന്ന് പരത്തിയിട്ടുണ്ട് ഗൈസ്, നല്ല അടിപൊളിയായിട്ട് പരത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങയും വെല്ലവും കൂടിയിട്ടുള്ള കൂട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ ഇല്ലേ നിങ്ങൾ ഞാൻ ഇത് ചെയ്യുന്ന പരിപാടികൾ? എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന പരിപാടി കാണുന്നില്ലെങ്കിൽ പിന്നെ അതിനെക്കൊണ്ട് വലിയ ഇതില്ലല്ലോ. അപ്പം അങ്ങനെ ഒന്നായി ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്.
അപ്പം അടുത്ത ഇല എടുക്കുന്നുണ്ട്. അടുത്ത ഉരുട്ടി എടുക്കട്ടെ. അപ്പം അടുത്ത് പരത്തുന്നുണ്ട്. കൂട്ട് എത്തുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ചെടുത്തിട്ട് വീണ്ടും പരത്തി അത് ക്ലിയർ ആക്കാം. അപ്പം അങ്ങനെ നമുക്ക് പരത്തിക്കൊണ്ടിരിക്കാം. അപ്പം എല്ലായിടെയും ഫില്ലാവും കൂട്ട്. എന്നിട്ട് വീണ്ടും തേങ്ങയും പഞ്ചസാരയും ഇട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു ഭാഗം മാത്രമായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മടക്കുമ്പോൾ ആ മറ്റേ ഭാഗത്തേക്കും കൂടിയുള്ള ഇത് കിട്ടുമല്ലോ. അതാണ് ഒരു ഭാഗം മാത്രം മടക്കുന്നത്. അപ്പം ഇനി ഞാൻ എല്ലാം പരത്തിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ കഴിച്ചിട്ട് ഞാനെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിക്കട്ടെ. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അടച്ചം പഠിപ്പിച്ച് വെക്കുന്നുണ്ട്. അടച്ചമ്പ് വെച്ചിട്ടുണ്ട്. വെള്ളം അടച്ചമ്പ് വെച്ച്. അപ്പം ഇനി നമുക്ക് ഇതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കാം. അടകളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കാം. നമുക്ക് വെന്തതിൻ്റെ ശേഷം കാണാം ഗൈസ്. അപ്പോൾ ഇതെല്ലാം വെന്തതിൻ്റെ ശേഷം നമുക്ക് കാണാം. അതല്ലേ നല്ലത്. അപ്പോൾ ബാക്കിയെല്ലാം കൂടി നമുക്ക് അതേപോലെ തന്നെ പരത്തി വെക്കണം. ഇല കുറവായതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഇതായി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി വീണ്ടും അടുത്ത ഇലയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ്. അടുപ്പത്ത് വെച്ചത് കണ്ടില്ലേ? ഇതാ കാണുന്നുണ്ടല്ലോ ഗൈസ്. അടുപ്പത്ത് വെച്ചത് കണ്ടോ? ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നാവട്ടെ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കായി. ഇപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം നമ്മളെ ഇലയട വെന്തോന്നു. വെന്തിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇലയട വെന്തിട്ട് കാണുന്നുണ്ട് ഗൈസ്. രണ്ട് ഭാഗവും വെന്തിനെന്ന് തന്നെ വിചാരിക്കുന്നു. കണ്ടല്ലോ. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കാം. വെന്തിനെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ അട്ടി വെക്കുമ്പോൾ ചില സമയം ശരിക്കും വേവാണ്ടിരിക്കും. അപ്പോൾ അതാ ഞാൻ നോക്കി വെന്തിനോ. ഇത് വെന്തിട്ട് കാണുന്നുണ്ട്. ഏതായാലും ഞാൻ കുറച്ച് നേരം കൂടി അടച്ച് വെച്ച് എന്നിട്ട് വാങ്ങാം. പ്ലേറ്റിലേക്ക് എടുത്തിട്ടിട്ട് നിങ്ങളെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ആയതുപോലെയാണെന്ന് തോന്നുന്നു കാണുമ്പോൾ. ഇതാ കാണുന്നുണ്ടല്ലോ. നിങ്ങൾക്കും കാണുമ്പോൾ വെന്ത പോലെ തന്നെ ഇല്ലേ? അടിപൊളിയായിട്ട് ഇലയട
റെഡിയായിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങാം. അതുവരെ ഒന്നുകൂടി വന്നോട്ടെ. വേണ്ടായിപ്പോണ്ട നമുക്ക്. എന്നിട്ട് പ്ലേറ്റിലിട്ടിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഇതാ അടയെല്ലാം ഞാൻ ഇലേൻ്റെ അകത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ഇലയടയാണ്. ഇതാ കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ഇലയടേൻ്റെ വീഡിയോ. ഇനി നമുക്ക് കഴിച്ചു തുടങ്ങാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ കുഞ്ഞു വീഡിയോ ആണ് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഓക്കെ, അടുത്തൊരു വേറെ വീഡിയോയുമായി വരാം. ബൈ.